ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നൂർ റിയാദ് പ്രോഗ്രാമിലാണ് കേട്ടോ. നല്ല അടിപൊളി ഡ്രോൺ ഷോ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. വർഷത്തിലൊരിക്കൽ സംഘടിപ്പിക്കാറുള്ള നൂർ റിയാദ് ഷോയിലാണ് ഇപ്പം നമ്മളുള്ളത്. റിയാദിലെ ബത്തയിലെ കിങ് അബ്ദുൽ അസീസ് കൾച്ചറൽ മ്യൂസിയത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലേസ് തന്നെയാണ്. നല്ല അടിപൊളി ലൈറ്റ് ഷോകളാണ് ഇവിടെ ഒരുക്കിയത്. അതേപോലെ തന്നെ നല്ല ഡ്രോൺ ഷോകളുണ്ട്. നവംബർ 28 മുതൽ ഡിസംബർ 14 വരെ തികച്ചും സൗജന്യമായിട്ടാണ് ഈ ഒരു ഷോ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല കേട്ടോ, റിയാദിൻ്റെ 1-2 ഭാഗത്തുകൂടി ഈ ഷോകൾ നടക്കുന്നുണ്ട്. അവിടെ വ്യത്യസ്തമായിട്ടുള്ള വേറെ രീതിയിലുള്ള കലാകാരന്മാരാണ്. ഡ്രോൺ ഷോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫുള്ള് ഡ്രോണുകളാണ് കിടന്ന് കളിക്കുന്നത്. കംപ്ലീറ്റ് ഡ്രോണുകളാണ്. ചിലപ്പോൾ വരാതെയോ ഗൈസ്. അപ്പോൾ ഇത് ഫുള്ള് ഡ്രോണുകളാണ് കേട്ടോ. ഡ്രോണാണ്. ഇല്ല, ഡ്രോണുകളാണ് കേട്ടോ കംപ്ലീറ്റ്. അത് അതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ ഡ്രോണിൻ്റെ? സ്കൈലല്ലേ ഗൈസ്, പോയി ഗൈസ്. പൊളി പൊളി. ബാക്കിയുള്ളവരൊക്കെ ചായ പിടിക്കാൻ പോലെ ഗൈസ്. എന്താണ് സെറ്റ് തന്നെ കേട്ടോ, സെറ്റ്, ഒന്നും പറയാനില്ല. ആയിരക്കണക്കിന് ഡ്രോണുകളാണ് കേട്ടോ. അതൊക്കെയാ എവിടെയും തട്ടയും മുട്ടയും ചെയ്യാതെ നല്ല സ്റ്റൈലായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടുവ് കൂടി വേറെ എന്തൊക്കെ ലൈറ്റ് പോകുന്നുണ്ടല്ലോ. അതിലേക്ക് പുതിയ പുതിയ ഡ്രോണുകൾ വന്ന് കയറുന്നുണ്ട് കേട്ടോ, അല്ലേ? ആ, അതിങ്ങനെ കറങ്ങി കറങ്ങി വരികയാണ്. സ്റ്റൈലല്ലേ? ആ, കൊണ്ട് വിസ്മയം. ഈ ഒരു 10-15 മിനിറ്റിൻ്റെ ഷോക്ക് വേണ്ടിയിട്ട് 1500 ഡ്രോണുകളാണ് ഉപയോഗിച്ചത്. എല്ലാ ദിവസവും രാത്രി 8 മുതൽ 10 വരെ അതിനുള്ളിലായിട്ട് ഈ ഒരു ഷോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാണാൻ മിസ്സാവണ്ട, അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ചിലപ്പോൾ വരും. റാഷിദ് അൽ ഷാഷ എന്ന് പറയുന്ന ഒരാളൊരു പിരമിഡ് ഉണ്ടാക്കിയത് മൊത്തം നമ്മളെ തബലിയല്ലേ. തബലി പറഞ്ഞപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് അത് വെച്ചിട്ടാണ് ആൾ ഉണ്ടാക്കിയത്. ഇനി അതിനുള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. ഒന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ തബലിയ കേട്ടോ. ഫുള്ള് പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഈ ഒരു ഷോ നടക്കുന്നത് ഒന്ന് നമ്മുടെ ബത്ത കിങ് അബ്ദുൽ അസീസ് കൾച്ചറൽ സെൻറ്ററിലാണ്. രണ്ടാമത് നടക്കുന്നത് വാദി ഹനീഫയിലാണ്. വാദി ഹനീഫ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സ്ഥലം തന്നെയാണ്.
പിന്നെ മൂന്നാമത് നടക്കുന്നത് ദരിയയിലാണ്. ദരിയ അവിടെ ഒരുപാട് എക്സിബിഷനുകൾ നോർമലി നടക്കാറുള്ളൊരു സ്ഥലമുണ്ട്. മുന്നേ നമ്മുടെ ദ ലൈൻ്റെ ഒക്കെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. അവിടെയാണ് മൂന്നാമതായിട്ട് നടക്കുന്നത്. അങ്ങനെ 3 സ്ഥലത്താണ് ഒരേ ടൈമിൽ ഏകദേശം 60ഓളം കലാകാരന്മാരെ അണിയിച്ചൊരുക്കിയിട്ട് ഇവർ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരും മിസ്സാക്കരുത്. ഈ ഒരു സ്ഥലത്തുള്ളതല്ല വേറൊരു സ്ഥലത്തുള്ളത് ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ 3ഉം നമ്മൾ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക. പൊളിച്ച് എന്താ പോയല്ലോ, ലാസ്റ്റില് പോയി. ഒന്നുകൂടെ നടക്ക്. നമ്മൾ നടക്കുന്ന അനുസരിച്ചിട്ട് ഇവിടെയുള്ള ആ ഒരു ലൈറ്റ് കണ്ടില്ലേ, ഇതൊക്കെ ലൈറ്റാണ് കേട്ടോ. അത് വേറൊരു സ്റ്റൈലിലേക്ക് മാറുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു കടലിനടിയിലൊക്കെ പോയുള്ള ആ ഒരു ഫീലിംഗ് ആണ് ഈ ഒരു ആർട്ട് നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ നടക്കുന്നതനുസരിച്ച് ഈ വെളിച്ചം നമ്മളെ പിന്നാലെ അല്ലെങ്കിൽ നമ്മളെ മുകളിലായിട്ട് നമ്മളിങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ വെളിച്ചം തള്ളി നീക്കി കൊണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ആട്ടോ നമുക്ക് ശരിക്കും ഇവിടെ വന്നാൽ അനുഭവിക്കാൻ പറ്റുക. അപ്പോൾ ഇതൊന്നും ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബത്ത വാട്ടർ ടാങ്കിൻ്റെ ബാക്കിലുള്ള കിങ് അബ്ദുൽ അസീസ് കൾച്ചറൽ മ്യൂസിയത്തിലാണ്. അവിടെയാണ് നമ്മുടെ അബ്ദുൽ അസീസ് രാജാവിൻ്റെ റോൾസ് റോയ്സ് കാറുകളൊക്കെ ഉണ്ട്. അത് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കൾച്ചറൽ സെൻറ്ററിൽ ഒരുക്കിയ നൂർ റിയാദ് പ്രോഗ്രാംസിലുള്ളത്. ഇതാണ് കേട്ടോ ഒരു ഹൈലൈറ്റ്. ജസ്റ്റ് ഒരു മിന്നലടിക്കുന്നതിൻ്റെതാണ്. ഭയങ്കര രസമാണിത് കണ്ടു നിൽക്കാൻ. അപ്പോൾ മറക്കണ്ട, ഡിസംബർ 14 വരെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വരിക. പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു അടിപൊളി സ്ഥലം തന്നെ കേട്ടോ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. മസ്സലാമ.